പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 11 വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കാം ഈ ദിവസം. ആ തിരുഹൃദയത്തിൽ നമുക്കൊരിടമുണ്ടെന്നുള്ള വലിയ പ്രത്യാശയോടെ ഈ ദിവസം സന്തോഷപൂർവ്വം നമുക്ക് ആരംഭിക്കാം. കർത്താവെ, പോകുന്നിടത്തെല്ലാം ഞങ്ങൾക്ക് സംരക്ഷണമൊരുക്കി കൂടെ ഉണ്ടാകണമേ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 40-ാം വചനം ധ്യാനിക്കാം. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയാവും, അങ്ങനെ തന്നെ യുഗാന്ത്യത്തിലും സംഭവിക്കും. സ്വർഗരാജ്യത്തിൻ്റെ മക്കളായ നമ്മളിൽ നന്മ മാത്രമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ നാം പോലും അറിയാതെ പിശാച് തിന്മയുടെ ശക്തികളെ നമ്മിലേക്ക് കടത്തിവിടുന്നു. നമ്മിലെ തിന്മകൾ തിരിച്ചറിഞ്ഞ് അവയെ നീക്കം ചെയ്യുക എന്ന വലിയ ദൗത്യമാണ് നാം ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം നമുക്ക് വേണം. ആത്മാവിൻ്റെ സഹായമില്ലാതെ വന്നാൽ തിന്മകൾ നന്മകളാണെന്ന് കരുതി നാം ജീവിക്കും. അവസാനം നരകാഗ്നിയിൽ നിവദിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥ, സർവ കഴിവും ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ, തിന്മകളെ നീക്കി നന്മയുടെ പ്രതിരൂപങ്ങളായി ജീവിച്ച് സ്വർഗം സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് കൃപ തരണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.